സഞ്ജീവ്, ഒരുപക്ഷേ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം സംഘപരിവാർ നടത്തുന്നുണ്ട്. അതിന് ഗവർണർമാരെ ഉപയോഗിക്കുന്നു, വൈസ് ചാൻസലർമാരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സർവകലാശാലകളുടെ കലാലയങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥി സമൂഹമാണ്. ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന തരത്തിൽ SFI വിവിധ ഘട്ടങ്ങളിൽ ഈ കാവ്യവൽക്കരണത്തിനെതിരെ നിലപാട് എടുത്തിട്ടുണ്ട്, ശക്തമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൃത്യമായ സിൻഡിക്കേറ്റുമായും അല്ലെങ്കിൽ ജനാധിപത്യ രീതികളോട് പോരാടുകയാണ് ഇവിടുത്തെ വൈസ് ചാൻസലർമാർ, അല്ലെങ്കിൽ ഈ ചാൻസലർമാരുടെ തിട്ടൂരങ്ങളായി ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഈ VC-മാർ. ചെറിയൊരു പോരാട്ടം കൊണ്ടോ പ്രതിഷേധം കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല. എന്തൊക്കെയാണ് SFI പദ്ധതിയിടുന്ന പ്രതിഷേധ പരിപാടികൾ? ഒന്ന്, ഞങ്ങൾ കാണുന്നത് ഇത് കേവലപരമായി സർവകലാശാലക്കെതിരെയുള്ള മാത്രം ഒരു സംഘപരിവാർ വൽക്കരണത്തിന്റെ ഇടപെടലല്ല, മറിച്ച് കേരളം എന്ന ആകെ തുകയായിട്ടുള്ള നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തെ, ഒരു വളരെ റോബസ്റ്റായി നിൽക്കുന്ന നല്ല മതനിരപേക്ഷ ബോധ്യവും പുരോഗമന ചിന്തയൊക്കെയുള്ള ഈ ഒരു സമൂഹത്തെ ആകെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ ആത്യന്തികമായ കാര്യം. അതിന് പ്രധാനമായും ഞങ്ങൾ കാണുന്നത് ഈ സർവകലാശാലകളൊക്കെയും കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം VC-മാരെ ഗവർണർ നിയമിച്ചത്. ഇവർ നിയമിക്കപ്പെടുന്നതോടുകൂടി സർവകലാശാലകളാകെ ഭരണസ്തംഭനത്തിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഓരോ സർവകലാശാലയും എടുത്ത് പരിശോധിക്കണം. ഈ VC-മാരൊക്കെ അതത് സർവകലാശാലയിൽ 1-2 ദിവസം മാത്രമാണ് വരുന്നത്. ഈ 1-2 ദിവസം മാത്രം വന്ന് ഇവരുടെ തിട്ടൂരങ്ങൾ, ഇവരുടെ സംഘപരിവാർ അജണ്ടകൾ മാത്രം നടപ്പിലാക്കാനുള്ള ഒരു സമയം ഉപയോഗിച്ച് മാത്രം ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ, സമയത്തിന്റെ ഒരു പരിമിതി കൂടും, ഞാൻ കൂടുതലായി പറയുന്നില്ല. പക്ഷെ എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും തകർന്നതാണെന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നും ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത ഉണർത്തി കേരളത്തിന്റെ ഒരു സമൂഹത്തെയും ഇന്ന് നിലനിൽക്കുന്ന പുരോഗതിയും പൂർണ്ണമായും തകർത്ത് കേരളം പൂർണ്ണമായ ഒരു ബ്രെയിൻ ഡ്രെയിനിലേക്ക് പോകണം എന്നുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിലൂടെ എത്തുന്നത്. അതുവഴി കേരളത്തിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും നിരാശയുടെ പടുകുഴിയിലേക്ക് ചെന്നെത്തിച്ച് കേരളത്തിലെ പൊതു സംവിധാനത്തിനെതിരെയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളും കലാലയങ്ങളും ഒക്കെയും നിരാശ പകരുന്ന ഒന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുന്നത്. ഇത് വലിയ ഗൂഢാലോചനയാണ്. അപ്പൊ അതിനെ കൂടി കണ്ടുകൊണ്ടാണ് SFI ഇനി അങ്ങോട്ട് സമരം നയിക്കുന്നത്. നാളെ കേരളത്തിലെ 4 സർവകലാശാലകളിലേക്ക് SFI മാർച്ച് നടത്തുന്നു. അതിൽ തന്നെ ഞങ്ങൾക്ക് കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, ഈ 2 സർവകലാശാലയിലെയും VC-മാർ സകല സീമകളും ലംഘിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഇവർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം തുടരുകയാണ്. അത് കേവലം SFI VC എന്നുള്ള തരത്തിലേക്ക് മാത്രമല്ല, മറിച്ച് കേരളം എന്ന പൊതു ബോധത്തിനെതിരെയാണ്, പൊതു സമൂഹത്തിനെതിരെയാണ് ഇവരുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ. അത് നാളെ കേരളത്തെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട സർവകലാശാലകൾ, വിദ്യാലയങ്ങൾ ഇവയെ തകർക്കാനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായ പോരാട്ടം SFI സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.